അങ്ങനെ ദൂരെ നിന്ന് നമ്മുടെ കോട്ടമലയുടെ രാജകുമാരി വരുന്നുണ്ട് കേട്ടോ. ജയ്മാത ബസ്. എന്താ ഒരു വരവെന്ന് നോക്കി. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ ഉപ്പുപാറ വളകോടിന് സമീപം പുളിങ്കട്ട എന്ന് പറയുന്ന സ്ഥലമാണ്. ആ നേരെ പോകുന്ന വഴി കോട്ടമലയ്ക്കൊക്കെ പോകുന്നു. ഈ ഇടത്തോട്ട് കിടക്കുന്ന വഴി വാഗമണൊക്കെ പോകുന്നതാണ്. അപ്പം നമ്മൾ ആ നേരെ പോകുന്ന വഴിക്കാണ് പോകുന്നത് കേട്ടോ, കോട്ടമല റോഡിലേക്ക്. ഇവിടുന്ന് വീണ്ടും വഴി തിരിയുന്നുണ്ട്. ആ ജീപ്പ് പോകുന്ന വഴി കണ്ടോ, അതിലേ നമുക്ക് വാഗമണ് പോകാം. നമുക്ക് പോകേണ്ടത് ആ താഴത്തെ വഴിയാണ്, കോട്ടമല. ഇവിടെയൊക്കെ ഇപ്പം ഇഷ്ടംപോലെ പുതിയ പുതിയ റിസോർട്ടുകളൊക്കെ വരുന്നുണ്ടേ. താഴെ സ്വിമ്മിംഗ് പൂളും ഒക്കെ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ നല്ല കാറ്റായിരുന്നു കേട്ടോ. അവിടെ ഒരു മരമൊക്കെ ഗേറ്റിന് മുന്നിൽ ഒടിഞ്ഞു കിടക്കുന്നുണ്ടോ. കോട്ടമലയ്ക്കുള്ള റോഡ് ഇപ്പോൾ ഈ ഒരു ടൈപ്പിലാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസത്തെ മഴയതാണ് കേട്ടോ ഈ റോഡിൽ മുഴുവൻ വെള്ളം കെട്ടി കിടക്കുന്നുണ്ടോ. കോട്ടമലയ്ക്കുള്ള റോഡ് ഇപ്പോൾ പുതിയ ടാറിങ് ആണ് ഇത് കേട്ടോ. കുറേ വർഷങ്ങളായിട്ട് ഈ റോഡെല്ലാം പോയി കിടക്കുമായിരുന്നേ. ഇപ്പോൾ ഇതിൻ്റെ പണിയൊക്കെ തീർന്നിട്ട് ഏകദേശം 1 കൊല്ലം ആയതേ ഉള്ളൂ. കോട്ടമല സിറ്റി വരെ ഇത് കാണുള്ളൂ. 40-40 വർഷമായിട്ട് ഒരു പ്രവർത്തനം ഇല്ലാണ്ട് കിടന്ന റോഡായിരുന്നു ഇത്. ഇങ്ങോട്ട് ആകെപ്പാടെ ഒരു ബസ്സിൻ്റെ സർവീസേ ഉള്ളൂ, ജയ്മാത എന്ന് പറഞ്ഞിട്ട്. നമ്മൾ പുളിങ്കട്ടയിൽ നിന്ന് കോട്ടമലയ്ക്ക് പോകുമ്പോൾ ആ വഴി സൈഡിലുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ. ആ മലനിരകളൊക്കെ കണ്ടോ, എത്ര ഭംഗിയല്ലേ. അതിൻ്റെ താഴ്വാരത്തൂടെ അത് കാണുന്നെല്ലാം റിസോർട്ടുകളൊക്കെയാണ് കേട്ടോ. താമസക്കാരും അതിൻ്റെ ഇടയ്ക്ക് അത്യാവശ്യം ഉണ്ട്. ചെറിയ ചെറിയ തേയിലത്തോട്ടങ്ങളും. അതിനേക്കാളും ഉപരിയായിട്ട് ഈ കേട്ടോ, ഈ പുൽമേട് ഇങ്ങനെ നിൽക്കുന്ന കാണാൻ എന്ത് ഭംഗിയാണ് നോക്കി. മുട്ടച്ച് വാഗമണിൻ്റെ ഒരു കാഴ്ച നമുക്ക് ഇവിടുന്ന് തന്നെ സ്റ്റാർട്ടാവുന്നു എന്ന് പറഞ്ഞ പോലെയാണ് ഉള്ള കാഴ്ചകളാണ്. അതുപോലെ ഈ തെരുവപ്പുല്ല് കാറ്റിലിങ്ങനെ ഒലഞ്ഞൊലഞ്ഞൊലഞ്ഞ് നിൽക്കുന്നുണ്ടോ. പിന്നെ നമ്മൾ മുന്നോട്ട് പോകാനുള്ള വഴിയാണ് ഈ കാണുന്നത്. മനോഹരമായ റോഡാണ്. വീതി കുറവാണ് റോഡിന്, അതാണൊരു കാര്യം. പക്ഷേ വളരെ ഭംഗിയത് കാണാനായിട്ട്. ആ മൊട്ടക്കുന്നുകളുടെ ഇടയിൽ കൂടി വഴി ഇങ്ങനെ വളഞ്ഞ് മുന്നോട്ട് പോവുകയാണേ. ഹായ് കൂട്ടുകാർ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പം നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്നറിയാമോ? അതായത് ഇടുക്കി ജില്ലയിലെ ഉപ്പുപാറ വളകോട്, അവിടുന്ന് പുളിങ്കട്ട വന്നിട്ട് നമ്മൾ ഈ കോട്ടമല പോകുന്ന വഴിക്കാണ് നിൽക്കുന്നത് കേട്ടോ. കോട്ടമല റോഡിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. കോട്ടമല റോഡ് നേരത്തെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ഭയങ്കര മോശമായിരുന്നു. പൊളിഞ്ഞ് തകർന്ന് കിടന്ന് 40-40 വർഷമായിട്ട് മോശമായിട്ട് കിടന്ന റോഡായിരുന്നു. അത് ഇപ്പം വീതി കുറഞ്ഞ രീതിയിലാണെങ്കിലും ടാർ ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കിയിട്ട് ഇപ്പോൾ 1 വർഷമാകുന്നു. വലിയ കുഴപ്പമില്ലാത്ത റോഡായിട്ട് ഇപ്പോൾ ഇതുണ്ട്. ഇവിടേക്ക് ആകെ സർവീസുള്ള ഒരു ബസ് മാത്രമേ ഉള്ളൂ, ജയ്മാത എന്ന് പറഞ്ഞിട്ട്. അപ്പം ആ ബസ് ഒത്തെങ്കിൽ നമുക്ക് ഈ റൂട്ടിൽ നിന്ന് കാണാൻ പറ്റും. 12 മണിക്ക് കട്ടപ്പനയിൽ നിന്ന് പോരുന്ന ബസ്സാണ്. അത് ഏതാണ്ടൊരു 1:30-2 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ റൂട്ടിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. വരുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. വളരെ ഭംഗിയുള്ളൊരു ബസ്സാണ്. അപ്പോൾ നമ്മളിന്നിപ്പോൾ ഈ വഴിക്ക് വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടങ്ങ് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോയി നോക്കാം. ആ പുൽമേട്ടിലൊരു പാറ കണ്ടോ. ഒറ്റ നോട്ടത്തിൽ ദൂരം നോക്കിയാൽ ഒരു ആനയാണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. ഈ മേഖലയൊക്കെ ആനയുടെ ഒരു പ്രശ്നം ഉള്ളതായിരുന്നു നേരത്തെയൊക്കെ കേട്ടോ. നേരത്തെ അല്ല, ഇവിടെ തോട്ടങ്ങളിലൊക്കെ ഉള്ള ആൾക്കാർ പറയുന്നുണ്ട് ഇവിടെ ആനയുണ്ടെന്നാണ് പറയുന്നത്. ഏതായാലും നമ്മളത് കാണാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ പുൽമേടുകളുടെ ഇടയിൽ കൂടെ വളഞ്ഞ് തിരിഞ്ഞു കിടക്കുന്ന റോഡിൻ്റെ ഒരു ഭംഗി വേറെയാണ്. നമ്മൾ അപ്പുറത്തുനിന്ന് കടന്നു വന്ന വഴിയുണ്ടോ. ഇനി നമുക്ക് പോകാനുള്ള റോഡ് ഇതാണ്. ഇവിടെ ഒരു JCBയുടെ ബക്കറ്റ് ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നതാണേ. ഇവിടുത്തെ വർക്കിന് വേണ്ടി വന്ന JCBയുടെ ആയിരിക്കും. ഇവിടെ കുറേ മിറ്റിലൊക്കെ ഇറക്കിയിട്ടിരിക്കുന്നതാണ്. ആ JCB അവിടെ കിടപ്പുണ്ട് കേട്ടോ. ഈ റോഡിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് കല്ലും മറ്റു സാധനങ്ങളൊക്കെ കൊണ്ട് ഇറക്കിയിരിക്കുന്നതാണ് ഇത്. ഈ റോഡിൻ്റെ തന്നെയാണ്. ഈ റോഡിൻ്റെ എന്ന് പറഞ്ഞാൽ കുറേ വർക്കുകൾ ഏകദേശം കോട്ടമല വരെ തീർന്നതാണേ. നേരത്തെ പറഞ്ഞ പോലെ ഒരു 40-40 വർഷം ഈ റോഡിൻ്റെ പണി ഒരു കോൺട്രാക്ടർ എടുത്തിട്ട് ഇട്ട് തല്ലിപ്പോയി. അതവിടെ അങ്ങനെ കിടന്ന് വളരെയധികം ഇവിടുത്തെ ജനങ്ങൾ യാത്രയ്ക്കായിട്ട് ക്ലേശം നല്ല രീതിയിൽ അനുഭവിച്ചു. ഇവിടെയുള്ള
ജനങ്ങൾ എന്ന് പറഞ്ഞാൽ കൂടുതലും തോട്ടം തൊഴിലാളികളായിട്ടുള്ള ആൾക്കാരാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് തേയിലത്തോട്ടമാണ് കൂടുതലും, അതിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. JCB കല്ലിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നതാണ് ഒരു വേറെ ലെവലാന്ന് പറഞ്ഞ പോലെ അല്ലേ. അവിടുന്ന് ഒരു പിക്കപ്പ് വരുന്നുണ്ടോ? അപ്പം നമ്മൾ 2 കിലോമീറ്ററൊക്കെ ഇങ്ങനെ വന്നേ ഉള്ളേ. ഒരു 3 കിലോമീറ്റർ കൂടെ ഉണ്ട് കോട്ടമലയ്ക്ക്. ഒരു തള്ളയാടും 2 പിള്ളേരും. വന്നേ പോയിക്കട്ടെ. അറിയോ അവൾ എൻ്റെ അടുത്തേക്ക് വരുവാണ്. ഞാൻ എന്തോ തിന്നാൻ കൊണ്ടുവന്നു ചോദിച്ചു. ബാ 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 എൻ്റെ കൂടെ പോരുവാണോ? എൻ്റെ കൂടെ പോരുവാണോ? ഇവിടെ മുകളിലൊരു ചെറിയ ഒരു ചെക്ക് ഡാം പോലെ ഉണ്ടേ. അവിടുന്ന് ഒഴുകി വരുന്ന വെള്ളമാണിത്. ഒരു കുഞ്ഞു ചെക്ക് ഡാം. ഇതെല്ലാം ഓഫ് റോഡ് ജീപ്പുകാരുടെ വഴിയാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലൊരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട് ചെറുതായിട്ട്. ഇവിടെ ഇതുപോലുള്ള നല്ല നല്ല പാലങ്ങളൊക്കെ പണിതാണ് ഈ റോഡ് പണിതേക്കുന്നത്. ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടനവധി മുട്ടക്കുന്നുകൾ പല രീതിയിലുള്ള കാണാൻ സാധിക്കും. അതിൻ്റെ ഇടയ്ക്കായിട്ട് വീടുകളും ഒക്കെ കാണാവേ. ഇവിടെ സർക്കാരിൻ്റെ സ്ഥലവും കൃഷിയിടങ്ങളും എല്ലാം ഒന്നിച്ച് കാണാം നമുക്ക്. ഇപ്പം നമ്മൾ കോട്ടമല 1-ാം ഡിവിഷനിലേക്ക് എത്തി കേട്ടോ. ഇവിടെ കുറച്ച് ലൈൻസൊക്കെ കാണാം. ലൈൻസുകളാണ് ഇവിടെ കൂടുതലുള്ളൂ. എത്ര ഭംഗിയല്ലേ ഇങ്ങോട്ട് കാണാൻ. വഴി സൈഡിലെല്ലാം വീടുകളാണ്. ഇവിടെ ഒരു അമ്പലം കാണാം. ഇതൊരു ഗുരുമന്ദിരമാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് പോകാനുണ്ട്. ഇവിടെ അത്ര പുഷ്ടിയല്ലാത്തൊരു തേയിലത്തോട്ടവും ഒരു ചെറിയ മുട്ടക്കുന്നും ഒക്കെ പോലെ കാണുന്നുണ്ട്. നമ്മളെ മോളിൽ കണ്ട തേയിലത്തോട്ടത്തിൻ്റെ ബാക്കി ഭാഗമാണ് ഈ കാണുന്നത്. നിലവിലിപ്പോൾ ഇവിടം വരെ നമ്മൾ ടാറിങ് കാണുന്നുള്ളൂ കേട്ടോ. ഇതുണ്ടോ, ഇവിടുന്ന് അങ്ങോട്ട് ഇനി സോളിങ് റോഡാണേ. എന്നാലും നമുക്ക് കുറച്ചുകൂടെ താഴോട്ട് പോയി നോക്കാം. ഇവിടുത്തെ ഗ്രാമക്കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അടിപൊളി കാഴ്ചയാണ്. ഇപ്പം നമ്മൾ കോട്ടമല 2-ാം ഡിവിഷനിലെത്തി കേട്ടോ. ബസ്സൊക്കെ വരുവാണെങ്കിൽ ഇവിടം വരെ ഉള്ളൂ. ആ കിടക്കുന്ന വഴിക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഉളുപ്പൂണി ഭാഗത്തേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ ഒരു സിറ്റി എന്നൊക്കെ പറയുന്നത്. ഇതിനുള്ളൊരു അവിടെ ഇവിടെ ഒരു കടയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ മുകളിലോട്ടുള്ള ലൈൻസും മറ്റു കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് ആൾക്കാരൊക്കെ താമസിക്കുന്ന മേഖലയാണ്. ഈ ഇടതുവശത്തേക്ക് കിടക്കുന്ന വഴിയുണ്ടല്ലോ, ഈ വഴി നമുക്ക് വാഗമണ്ണൊക്കെ പോകാവുന്നതാണ്. കുറച്ച് നല്ല ഓഫ് റോഡാണ്. ഒരിക്കൽ ഞാൻ അതിൽ പോയിട്ടുണ്ട്. ആ വീഡിയോ നമ്മുടെ ചാനലിലുണ്ടായി. താല്പര്യമുള്ളവർക്ക് കയറി കാണാവുന്നതാണ്. ബസ്സൊക്കെ വന്നാൽ ഇവിടെ കിടക്കും. ബസ് വരുമോ എന്ന് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് പോവാം. ഇവിടുന്ന് മുകളിലേക്ക് വഴി കിടപ്പുണ്ട്. അതൊക്കെ അവരുടെ താമസ സ്ഥലത്തേക്കൊക്കെ പോകുന്ന വഴിയാണ് കേട്ടോ. മുനീശ്വരൻ ഇവിടെയാണ് താമസിക്കുന്നത്? ഇല്ല, ഞാൻ എടക്കാനത്തോ? ഞാൻ അമ്പലത്തിൽ സാധനം കൊടുക്കാൻ വേണ്ടി വന്നു. അമ്പലത്തിൻ്റെ ഒരു ഫോട്ടോ വീഡിയോ എനിക്ക് എടുക്കുന്നുണ്ട്. അവിടെ പട്ടി എനിക്ക് തരണം, ഞാൻ അങ്ങോട്ട് പോകാതെ. ആണോ? ഞാൻ വരട്ടെ. അതെ ഞാൻ വരാം. അതാ ഈ അണ്ണൻ്റെ കൂടെ പോയി 2 വീഡിയോ എടുത്തിട്ടുണ്ട്. മുകളിൽ പോയി അമ്പലമൊക്കെ ഒന്ന് കണ്ടിട്ട്. അപ്പോൾ ഇതാണ് കോട്ടമലയിലെ അമ്പലം. 3-ാം ഡിവിഷനാണ്. 2-ാം ഡിവിഷനല്ല, 3-ാം ഡിവിഷനാണല്ലേ? അപ്പുറത്താണോ? താഴെ പോകണം അല്ലേ? കോട്ടമല അമ്പലം ഉണ്ടോ? വളരെ നല്ല രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു അമ്പലമാണ്. കറുപ്പസ്വാമി. ആ ആ ആ കൊള്ളാട്ടോ.
ഇത് അമ്പലത്തിൻ്റെ ഓഫീസൊക്കെയാണ്. ആ, ഇവിടെ ഒത്തിരി ആൾക്കാരൊക്കെ ഉള്ളതല്ലേ? ആണല്ലേ? ആ ഹാ ഹാ ഹാ. ആ ആ അപ്പോൾ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇപ്പുറത്തോട്ട് മാറി കേട്ടോ. ഇവിടെ കുറച്ച് തേലിച്ചെടിയും അക്കരെ കാഴ്ചകളൊക്കെ കുറച്ച് കാണാനുണ്ട്, അതുകൂടെ കണ്ടുവരാം. ആ മലയുടെ മുകളിൽ ആ ടവറിൻ്റെ കീഴിൽ ഒരു റിസോർട്ടാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ നമുക്ക് തൊടുപുഴയ്ക്ക് പോകാനുള്ള റോഡുണ്ടെന്നാണ് പറയുന്നത്. അവിടെ കിടക്കുന്ന ആ റോഡേ കയറിയാൽ നമ്മൾ ഉളുപ്പൂണി ചെല്ലും. ഉളുപ്പൂണി ചെന്നിട്ട് അവിടെ നിന്ന് തൊടുപുഴയ്ക്ക് പോകാൻ പറ്റും കേട്ടോ. അതിൻ്റെ ഇടയ്ക്കോടെ നമുക്ക് അവിടെ ഒരു ചുവന്ന ഒരു കളറ് കാണുന്നുണ്ട്. അതൊരു ഒരമ്പലം കേട്ടോ. രണ്ട് കോവിലായിട്ട് കാണുന്നുണ്ട്. ഒരമ്പലമാണ്. അതിൻ്റെ അപ്പുറത്തെ സൈഡിലൊരു റോഡുണ്ട്. ആ റോഡേ പോകുമ്പോഴാണ് നമുക്ക് ഉളുപ്പൂണി ചെല്ലാൻ പറ്റുക കോട്ടമലയിൽ. ഇവിടെ ഒരു 2 കമ്പൊക്കെ കെട്ടിവെച്ച് അവിടെ ഒരു ആരെങ്കിലും മരിച്ചിട്ട് അടക്കിയതാണ്. ശ്മശാനമാണെന്ന് തോന്നുന്നല്ലേ? അതെ അതെ, കുറേ കലവും ചട്ടിയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആരോ മരിച്ചിട്ട് അടക്കിയ ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ ഭാഗമൊക്കെ ശ്മശാനമാണല്ലേ, ഇതിൻ്റെ താഴ്ഭാഗമൊക്കെ. നമുക്ക് അപ്പുറത്തെ സൈഡിൽ നിന്ന് കുറച്ച് തേയിലച്ചെടികളുടെ ഭംഗിയുള്ള കാഴ്ചകൾ കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഈ വഴിക്കുന്ന ഒന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അക്കരെ ആ തേയിലച്ചെടി നിൽക്കുന്നത് നമുക്ക് അപൂർവമായിട്ടേ കാണാൻ പറ്റുള്ളൂ. സൈഡിലല്ല ഈ വേലി ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതാണ്. ഈ കമ്പും ചപ്പുമല്ല ഇത് ഒരുപാട് പൊങ്ങി നിൽക്കുവാണ്. അപ്പോൾ ഈ വഴിക്ക് നമുക്ക് ഒരുപാട് മുന്നോട്ട് പോയിട്ട് വലിയ പ്രയോജനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കോട്ടമല നമ്മളിപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴേ സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഒരു 10, 40, 50 വർഷമായിട്ട് ഇവിടെ ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മളീ കടന്നു പോകുന്ന ഈ വഴിക്കുള്ള ഈ സ്ഥലങ്ങളൊക്കെ കണ്ടോ. ഇതൊക്കെ ഒരു കാലത്ത് അതിഭയങ്കരമായ തേയിലത്തോട്ടങ്ങളായിരുന്നു. ഇന്നിപ്പോൾ ഇതെല്ലാം കാടും പള്ളയെല്ലാം കയറി തെളിക്കാതെയൊക്കെ, കുറേ തെളിച്ചും തെളിക്കാതെയൊക്കെ കിടക്കുക. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ആദ്യം നടത്തിക്കൊണ്ടിരുന്നത് ഇത് കൽക്കട്ട കമ്പനിക്കാരോ ആരൊക്കെ ആയിരുന്നു ഈ തോട്ടങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അവരെല്ലാം പിന്നെ ആർക്കോ ഇതെല്ലാം കൊടുത്തു. അതിനുശേഷം അവർ പിന്നെ ഇത് ഇട്ടേച്ച് പോയി. പിന്നീട് തൊഴിലാളികൾ തന്നെ ഇത് സംരക്ഷിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടൊക്കെയാണ് അവർ കഴിഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ അവർക്ക് താമസിക്കാൻ ഇവിടെ ലൈൻസൊക്കെ ഉള്ളതുകൊണ്ട് അതിനൊരു ബുദ്ധിമുട്ടില്ല. പക്ഷേ അവർക്ക് ഇതിലെ ഒരു റോഡുണ്ടായിരുന്നു. ആ റോഡ് നമ്മുടെ പുളിങ്കട്ടയും തുടങ്ങി വാഗമണ്ണിനും അതുപോലെ തന്നെ ഉളുപ്പൂണിക്കൊക്കെ പോകാവുന്ന വഴിയാണ്. ആ വഴിയുടെ പണിയും ഒരു കോൺട്രാക്ടർ ഏറ്റെടുത്തിട്ട് ഒരുപാട് വർഷങ്ങൾ അത് ഇട്ട് തല്ലി കുറേ മെറ്റീരിയൽസ് എല്ലാം ഇവിടെ കൊണ്ട് ഇറക്കി പിന്നെ അതിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി. അങ്ങനെയൊക്കെ ഇവിടെയുള്ള ആൾക്കാർ ഒത്തിരി കഷ്ടപ്പാട് സഹിച്ചു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രാ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് എത്താനായിട്ട് വാഹന സൗകര്യം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. ആ ഒരു ബുദ്ധിമുട്ട് ഇവർ ശരിക്കും അനുഭവിച്ചവരാണ്. പക്ഷേ ഇപ്പം വഴി കുറച്ച് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് ബസ്സൊക്കെ വരുന്നതിന് ബുദ്ധിമുട്ടില്ല. മറ്റ് ചെറുവാഹനങ്ങളും എല്ലാം വരും. ഞാനൊരിക്കൽ ഇതിൽ സ്കൂട്ടറും കൊണ്ട് പോയിട്ട് വാഗമൺ വരെ ചെന്നപ്പോഴേക്കും ശരിക്കും വിഷമിച്ച് പോയി കേട്ടോ. അന്ന് വെറും സോളിങ് വഴിയായിരുന്നേ. സോളിങ് എന്ന് പറഞ്ഞാൽ ചെറിയ സോളിങ് ഒന്നുമല്ല. അതിലേ ഇപ്പോൾ ജീപ്പ് പോകുന്ന നമുക്ക് കാണാവേ. ഓഫ് റോഡ് ജീപ്പാണ് അതിൽ കടന്നു പോകുന്നുണ്ടോ. അത് അതിലേ പോയിട്ട് ഉളുപ്പൂണി പോയിറങ്ങും. ഒരു ആട്ടുമുട്ടം പോകുന്നുണ്ടോ. അവൻ്റെ കുറേ തോഴിമാരും ഉണ്ട് കൂടുതലേ. തോഴിമാർ ഒരാളൊന്നും അല്ല കേട്ടോ. ഈ താഴെ നിൽക്കുന്ന എല്ലാം അവൻ്റെ തോഴിമാരാണ്. അവനങ്ങനെ ഈ കൂടുതൽ ഇവനേ ഉള്ളൂ വലുത്. പുട്ടന്മാർ വേറെ ഉണ്ടെങ്കിൽ ഇവനാണ് വലിയ സൈസ്. മുപ്പത് വർഷത്തെ സർവീസ് പാരമ്പര്യമാണ് ഈ ബസ്സിനുള്ളത് കേട്ടോ. 93 തുടങ്ങിയൊരു സർവീസാണ്. കട്ടപ്പന, കോട്ടമല, നെടുങ്കണ്ടം അങ്ങനെയാണ് ഈ ബസ്. അതായത് കോട്ടമലക്കാരുടെ ഏക ആശ്രയമാണ് ഈ ബസ്സെന്ന് നമുക്ക് പറയാം. ഇത് നമ്മുടെ എഴുകുമ്പോഴുള്ളൊരു ചേട്ടൻ്റെയാണ് ഈ ബസ്. പുള്ളി ലാഭമൊന്നും നോക്കാതെ ഇങ്ങോട്ട് സർവീസ് തുടങ്ങിയതാണത്. അതാണ് നമ്മുടെ ബസ്സിൻ്റെ ഡ്രൈവർ. ഡ്രൈവറുടെ വില പറയുന്നു
നമ്മള് യൂട്യൂബ് ചാനലിന്റെ പരിപാടിയായിരുന്നു. അതെയോ? ആ, പേരെങ്ങനെയാ? എന്റെ പേര് ദീപു. ദീപു. ഈ ബസ്സിൽ കുറെ നാളായിട്ട് സ്റ്റാഫാ? തുടക്കം ഇതല്ല. തുടക്കം ഇതല്ല അല്ലേ? പ്രാക്ടീസ് ചെയ്യുന്ന വണ്ടി തന്നെയാണ്. ആണല്ലേ? എത്ര വർഷമായിട്ട് സർവീസ്? ഇത് 99 തുടങ്ങിയ സർവീസാ. ആണല്ലേ? ആ, ഇതിന്റെ ഉടമസ്ഥ ജോണി എന്ന് പറയും. ജോണി പുതിയാപറമ്പിൽ. പുള്ളി എവിടെ താമസിക്കുന്നത്? പുള്ളി 70 അല്ലേ? ആ ആ, ഓക്കെ, ആയിക്കോട്ടെ. ഈ ജയമാത ബസ് ഇവിടെ ശരിക്കുള്ള വഴി ഇല്ലാത്തപ്പോൾ മുതൽ ഇവിടെ സർവീസ് തുടങ്ങിയതാണ്. രാവിലെ 8 മണിക്ക് ഇവിടുന്ന് പുറപ്പെട്ട് തിരിച്ച് ഇതുപോലെ ഒരു 2:15, 2:20 ആകുമ്പോൾ ഇവിടെ വരും. വീണ്ടും തിരിച്ചു പോയിട്ട് രാത്രി 9 മണിയാകുമ്പോൾ ഈ വണ്ടി ഇവിടെ തിരിച്ചു വരും. ഇവിടെ ഹാൾട്ടാണ് കേട്ടോ. വീണ്ടും പിറ്റേ ദിവസം രാവിലെയാണ് സർവീസ് തുടങ്ങുന്നത്. ഇവിടെ എപ്പോഴും നല്ല കാറ്റാണ് കേട്ടോ. നല്ല കിളിയിലാന്നിങ്ങനെ കാറ്റ്. അത്ര തണുപ്പൊന്നുമില്ല, ഒരു മീഡിയം കാലാവസ്ഥയിലുള്ള ഒരു കാറ്റ് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കും. അപ്പോൾ കോട്ടമലയിലുള്ള നമ്മുടെ വീഡിയോ ഇതൊക്കെയാണ്, കാഴ്ചകളൊക്കെ. ഇപ്പം നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ജയമാത ബസ് വരാൻ വേണ്ടിയിട്ട്. അതേ ഇനിയിപ്പോൾ എനിക്കിവിടെ ഒരു കാഴ്ചയായിട്ട് ഇവിടെ കിട്ടാനുള്ളൂ. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ വീഡിയോയിൽ സഹകരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ അത്യാവശ്യം മോണിറ്റൈസേഷനൊക്കെ കയറി, പിന്നെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഡോളറൊക്കെ വരുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾക്കും അത്യാവശ്യം ഡോളറൊക്കെ വരാൻ തുടങ്ങി. $10-20 നമ്മുടെ അക്കൗണ്ടിലും വന്നു കേട്ടോ. ഇനി അത് ബാങ്ക് അക്കൗണ്ടൊക്കെ കൊടുത്തൊന്ന് കറക്റ്റ് ചെയ്യാനുണ്ട്. അതിന് ശകലം വർക്കുകളും കൂടെ ബാക്കി കിടപ്പുണ്ട്. അതും കൂടെ ഒരു 10 ദിവസത്തിനുള്ളിൽ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ നമ്മുടെ വീഡിയോ ഒന്നും അത്ര അങ്ങോട്ട് സെറ്റാവുന്നില്ല. ഞാൻ പറയാമല്ലോ, നമ്മളൊരു വീഡിയോ ഇപ്പോഴല്ലേ അതിൻ്റെ ഒരു കറക്റ്റ് കാര്യങ്ങൾ നമ്മൾ അറിയുന്നത്. യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ ഇട്ടാൽ ശരിക്കും പറഞ്ഞാൽ ആൾക്കാർക്ക് കാണുന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ ഇത് ഓടിച്ചു വിട്ട് കാണുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം 10-15 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 2 മിനിറ്റോ 2.5 മിനിറ്റോ അതിൻ്റെ ഒരു കണ്ടതായിട്ട് നമ്മൾ ഇവിടെ കാണുന്നുള്ളൂ. അതിൽ കൂടുതൽ അതൊന്നും കാണുന്നില്ല. അപ്പം കണ്ടൻറ്റുള്ള വീഡിയോ ഇടുക എന്നുള്ളതാണ്. കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ ട്രാവൽ വീഡിയോ അല്ലേ കൂടുതലും ചെയ്യുന്നത്. അപ്പം നമുക്ക് ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ കാണാം. സഹകരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊള്ളുന്നു. അങ്ങനെ ദൂരെ നിന്ന് നമ്മുടെ കോട്ടമലയുടെ രാജകുമാരി വരുന്നുണ്ട് കേട്ടോ, ജയമാത ബസ്. എന്താ ഒരു വരവെന്ന് നോക്കി.